തൃണമൂൽ കോൺഗ്രസിനൊപ്പം ശിവസേന ഉദ്ധവ് വിഭാഗത്തിലും പൊട്ടിത്തെറിക്ക് സാധ്യതയുണ്ട്. 9-ൽ 6 എംപിമാരെ ഏക്നാഥ് ഷിൻഡെ വിഭാഗത്തിൽ ലയിപ്പിക്കാനുള്ള നീക്കം നടക്കുന്നുവെന്നാണ് നിലവിൽ ലഭിക്കുന്ന സൂചന. തൃണമൂൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് സുദീപ് ബന്ദോപാധ്യായയും ഇതിനിടെ വിമതർക്കൊപ്പം ബി.ജെ.പി. നേതൃത്വത്തെ കണ്ടു. തൃണമൂൽ കോൺഗ്രസിലെ വിമത എംപിമാരുടെ കത്ത് ഇന്നലെ പുറത്തു വന്നതിന് പിന്നാലെയാണ് ശിവസേനയിലെ ഭിന്നതയും മറനീക്കി പുറത്തുവന്നത്. ശിവസേന ഉദ്ധവ് വിഭാഗത്തിന് ലോക്സഭയിൽ 9 എംപിമാരാണ് ഉള്ളത്. ഏക്നാഥ് ഷിൻഡെയുടെ ശിവസേനയ്ക്ക് 7 എംപിമാരും. ഉദ്ധവിന്റെ പാർട്ടിയിലെ 6 എംപിമാരുമായി ഷിൻഡെ സംസാരിക്കുന്നുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഇവർ ഷിൻഡെ വിഭാഗത്തിൽ ലയിക്കാനാണ് ചർച്ച നടക്കുന്നത്. അരവിന്ദ് സാവത്ത്, അനിൽ ദേശായി എന്നീ 2 എംപിമാർ ഉദ്ധവ് താക്കറെയ്ക്കൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റുള്ളവർ കൂറുമാറിയാൽ അത് നരേന്ദ്രമോദി സർക്കാരിന് ലോക്സഭയിൽ വലിയ മേൽക്കൈ നൽകും. ഇതിനിടെ മമതാ ബാനർജിയെ ഞെട്ടിച്ച് ലോക്സഭയിലെ മുതിർന്ന തൃണമൂൽ നേതാവ് സുദീപ് ബന്ദോപാധ്യായയും വിമതരുടെ നീക്കങ്ങൾക്കൊപ്പം ചേർന്നിരിക്കുകയാണ്. ഇന്ന് കേന്ദ്രമന്ത്രി ഭൂപേന്ദർ യാദവിനെ സുദീപ് ബന്ദോപാധ്യായ ദില്ലിയിലെ വീട്ടിലെത്തി കണ്ടിരിക്കുകയാണ്. യഥാർത്ഥ തൃണമൂൽ കോൺഗ്രസ് എന്ന് അവകാശപ്പെടാൻ സുദീപ് ബന്ദോപാധ്യായയുടെ വരവ് വിമത എംപിമാരെ സഹായിക്കും. തിങ്കളാഴ്ച ലോക്സഭാ സ്പീക്കറെ കണ്ട് പ്രത്യേക ബ്ലോക്കാകാൻ 20 എംപിമാർ കത്ത് നൽകും. നിലവിൽ NDA പക്ഷത്ത് 293 എംപിമാരുണ്ട്. വിമത TMC കൂടി ചേർന്നാൽ ഇത് 313 ആകും. ശിവസേനയിലെ എംപിമാരെ ചാടിച്ച് ഇത് 320 ഉയർത്താനാണ് BJPയുടെ നീക്കം. ചെറു പാർട്ടികളും സ്വതന്ത്രരും ചേർന്ന് 10 പേർ കൂടി ലോക്സഭയിലുണ്ട്. DMKയുടെ 22 പേര് കൂടെ നിർത്താനായാൽ 3-ൽ 2 ഭൂരിപക്ഷത്തോടെ വനിതാ സംവരണവും മണ്ഡല പുനർനിർണയവും പാസാക്കിയെടുക്കാൻ BJPക്ക് നിഷ്പ്രയാസം കഴിയും. ഉദ്ധവ് പക്ഷത്തെ എംപിമാർ ഡൽഹിയിൽ വെച്ച് ഏക്നാഥ് ഷിൻഡെയുമായി രഹസ്യ ചർച്ചകൾ നടത്തിയെന്ന റിപ്പോർട്ടുകളെ തുടർന്ന് പാർട്ടിയിൽ അടിയന്തര യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. മറാഠവാഡ മേഖലയിൽ നിന്നുള്ള ഒരു പ്രമുഖ നേതാവാണ് ഈ നീക്കങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് എന്നാണ് സൂചന. മുംബൈയിൽ നിന്നുള്ള 2 എംപിമാരൊഴികെ ബാക്കിയുള്ളവർ ഷിൻഡെ പക്ഷത്തേക്ക് മാറാൻ തയ്യാറെടുക്കുന്നതായാണ് വിവരം. ഏക്നാഥ് ഷിൻഡെ ഡൽഹിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി നടത്തിയ കൂടിക്കാഴ്ച ഈ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് കേന്ദ്രത്തിന്റെ പച്ചക്കൊടി ഉണ്ട് എന്ന അഭ്യൂഹങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് മന്ത്രിസഭാ വിപുലീകരണം നടക്കാനിരിക്കുന്ന സമയത്ത് ഈ വിമത നീക്കം ഉദ്ധവ് പക്ഷത്തിന് കനത്ത തിരിച്ചടിയായി മാറിയേക്കാം.